ഓല ഇലക്ട്രിക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ഇൻവെസ്റ്റർ ആണോ നിങ്ങൾ? എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു ഘട്ടത്തിൽ 157 വരെ കുതിച്ചുയർന്ന ഓലയുടെ ഷെയർ പ്രൈസ് ഇപ്പോൾ 50 രൂപയ്ക്കും താഴെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ വീഴ്ച ഇവിടെ ഉണ്ടായത്? ഓലയുടെ കോടിക്കണക്കിന് രൂപയുടെ ഫ്യൂച്ചർ പ്ലാനുകൾക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമോ? ഓല ഇലക്ട്രിക്കിന്റെ ഇന്നത്തെ റിയാലിറ്റിയും നാളത്തെ പ്രതീക്ഷകളും ഈ വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. ഇന്ത്യൻ ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഓല ഇലക്ട്രിക് വന്നത്. IPO സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് വലിയ പ്രതീക്ഷകൾ നൽകി ലിസ്റ്റ് ചെയ്ത ശേഷം ഷെയർ പ്രൈസ് കുതിച്ചുയരുകയും ചെയ്തു. എന്നാൽ ഒരു വർഷം തികയും മുമ്പ് സ്റ്റോക്കിന്റെ വില പകുതിയിലേറെ ഇടിഞ്ഞു. ഇൻവെസ്റ്റേഴ്സ് ആശങ്കയിലാണ്. വണ്ടി വാങ്ങിയവർ പരാതികൾ പറയുന്നു, എതിരാളികൾ മാർക്കറ്റ് പിടിച്ചടക്കുന്നു. അപ്പോ എന്താണ് ഓലയുടെ ഇപ്പോഴത്തെ അവസ്ഥ? അതോ ഇതൊരു വലിയ തിരിച്ചുവരവിന് മുമ്പുള്ള ചെറിയൊരു ഇടർച്ച മാത്രമാണോ? നമുക്ക് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം. കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. ഓല ഇലക്ട്രിക്കിന്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ പെർഫോമൻസ് അത്ര നല്ലതല്ല. 2025 ജനുവരിയിൽ ഏകദേശം 76 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഈ സ്റ്റോക്ക് പിന്നീട് 157 രൂപ വരെ റെക്കോർഡ് ഹൈയിലേക്കാണ് കുതിച്ചുയർന്നത്. അന്ന് പണം മുടക്കിയവർ വലിയൊരു പ്രോഫിറ്റ് ആണ് സ്വപ്നം കണ്ടത്. എന്നാൽ പിന്നീട് കണ്ടത് തുടർച്ചയായിട്ടുള്ള വീഴ്ചകളാണ്. ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഓലയുടെ ഷെയറിൽ 45% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 52 വീക്കിലെ 102 രൂപ 50 പൈസയിൽ നിന്ന് ഷെയർ പ്രൈസ് കൂപ്പുകുത്തി ജനുവരി 25 ജൂലൈയിൽ 39 രൂപ 60 പൈസ എന്ന താഴ്ന്ന നിലവാരത്തിലേക്ക് വീണു. ഇപ്പോൾ സ്റ്റോക്ക് ഏതാണ്ട് 40-42 രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന വിലയിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ കയ്യിലെ പൈസയിൽ വലിയൊരു നഷ്ടം ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, മൊത്തത്തിൽ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ വിലയിടിവ് മാത്രമല്ല പ്രശ്നം. സ്റ്റോക്കിന്റെ ഉയർന്ന വോളറ്റാലിറ്റി ഇൻവെസ്റ്റേഴ്സിൽ വലിയൊരു അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഒരു ദിവസം വില ഉയർന്നാൽ അടുത്ത ദിവസം അതിലും വലിയ നഷ്ടം വന്നേക്കാം. ഈ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്ററും ഇഷ്ടപ്പെട്ടില്ല. ഏകദേശം 65.72% ഓലയുടെ ആനുവൽ വോളറ്റാലിറ്റി. ഇത് സ്റ്റോക്കിന്റെ ഭാവി പ്രഡിക്റ്റ് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് വ്യക്തമാക്കുന്നു. IPO സമയത്തെ ആഘോഷങ്ങളിൽ നിന്ന് മാറി ഇന്ന് ഇൻവെസ്റ്റേഴ്സിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓല ഇലക്ട്രിക്കിന് ഈ അവസ്ഥ വന്നത്? കാരണങ്ങൾ ഒന്നല്ല, പലതാണ്. നമുക്ക് തീർച്ചയായിട്ടും അതിനെ കൃത്യമായിട്ട് ഇഴകീറി പരിശോധിക്കും. ഒന്നാമത്തെ കാരണം ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഏതൊരു കമ്പനിയുടെയും നട്ടെല്ല് അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. എന്നാൽ ഓലയുടെ കാര്യത്തിൽ ഈ നട്ടെല്ലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കമ്പനി തുടർച്ചയായിട്ട് വലിയ നഷ്ടത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം 2026 ഫിനാൻഷ്യൽ ഇയറിന്റെ ആദ്യ ക്വാർട്ടറിൽ മാത്രം കമ്പനിയുടെ നഷ്ടം 428 കോടി രൂപയാണ്. രണ്ടാം ഭാഗത്തിന്റെ ക്വാർട്ടർ 2 നഷ്ടം 418 കോടി രൂപയായിരുന്നു. റവന്യൂ കിട്ടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ മുകളിലാണ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. കമ്പനിയുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് -28.1%, റിട്ടേൺ ഓൺ ഇക്വിറ്റി -108%. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കമ്പനി മുടക്കുന്ന പണത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു വരുമാനം ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കോമ്പറ്റേറ്റേഴ്സുമായിട്ട് മത്സരിക്കാൻ വേണ്ടി സ്കൂട്ടറുകൾക്ക് ഒരു വലിയ ഡിസ്കൗണ്ട് കൂടി നൽകുന്നുണ്ട്. ഇത് നഷ്ടം കൂടാൻ ഒരു പ്രധാന കാരണമായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുമുണ്ട്. രണ്ടാമത്തെ കാരണം ലീഗൽ ഓപ്പറേഷണൽ പ്രോബ്ലങ്ങളാണ്. ഓലയുടെ തലവേദന സാമ്പത്തിക നഷ്ടത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. കമ്പനിയുടെ ഒരു സപ്ലയർ അപരാധ ഹർജി ഫയൽ ചെയ്തത് കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കാര്യമായിട്ട് ബാധിച്ചു. ഇതിനു പുറമെ വാഹന വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളിൽ സംശയങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഗവൺമെന്റ് ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരം ലീഗൽ നടപടികൾ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് കുറയ്ക്കും എന്നതിൽ സംശയമില്ല. ഇതിനെല്ലാം പുറമെയാണ് കസ്റ്റമേഴ്സിൽ നിന്നുള്ള പരാതികൾ, വാഹനത്തിന്റെ ക്വാളിറ്റി, സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ, കൃത്യസമയത്ത് സർവീസ് കിട്ടാത്ത അവസ്ഥ എന്നിവയെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. വാഹനം വിൽക്കാൻ കാണിക്കുന്ന ആവേശം ആഫ്റ്റർ സെയിൽസ് സർവീസിൽ ഇല്ലെന്ന പരാതി ശക്തമാണ്. ഇത് പുതിയ കസ്റ്റമേഴ്സിനെ ഓലയിൽ നിന്ന് അകറ്റാൻ ഒരു കാരണമാകുന്നു. മൂന്നാമത്തെ കാരണം മാർക്കറ്റിലെ കടുത്ത കോമ്പറ്റീഷനാണ്. ഓല ഇന്ത്യൻ EV മാർക്കറ്റിൽ ഒരു തരംഗം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് കാര്യമായ എതിരാളികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് കഥ മാറി. TVS, ബജാജ് ഓട്ടോ, ഏഥർ എനർജി പോലെയുള്ള പരമ്പരാഗതവും പുതിയതുമായിട്ടുള്ള കമ്പനികൾ മികച്ച മോഡലുകളുമായിട്ട് മാർക്കറ്റിൽ ആക്റ്റീവാണ്. ഒരു കാലത്ത് 50% മുകളിൽ മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഓലയ്ക്ക് ഇന്ന് TVS, ബജാജ് തുടങ്ങിയ കമ്പനികളിൽ നിന്ന് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. കണക്കുകൾ പ്രകാരം ഓലയുടെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞു വരുമ്പോൾ TVSഉം ബജാജും അവരുടെ ഷെയർ വർദ്ധിപ്പിക്കുകയാണ്. അഫോർഡബിൾ പ്രൈസിൽ മറ്റു കമ്പനികൾ മികച്ച മോഡലുകൾ ഇറക്കുന്നതാണ് ഓലയുടെ റവന്യൂവിനെയും ഷെയർ പ്രൈസിനെയും സ്വാഭാവികമായിട്ട് ബാധിക്കാനുള്ള കാരണം. അതായത് ഫിനാൻഷ്യൽ ലോസ്, ലീഗൽ പ്രശ്നങ്ങൾ, കസ്റ്റമർ കംപ്ലൈൻസ് കൂടാതെ കടുത്ത കോമ്പറ്റീഷൻ എന്നീ വെല്ലുവിളികളാണ് ഓലയെ ഇന്ന് പിന്നോട്ട് വലിക്കുന്നത്. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. ഈ പ്രതിസന്ധികൾക്കിടയിലും ഓല ഒരുക്കുന്ന വലിയ പ്ലാനുകൾ എന്തെല്ലാമാണ്? കമ്പനിക്ക് ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. ഭാവിയും പ്രതീക്ഷയും ഓലയുടെ രണ്ടാം വരവ്. ഓലയുടെ ഇന്നത്തെ അവസ്ഥ ആശങ്ക നിറഞ്ഞതാണെങ്കിലും കമ്പനിയുടെ ഫ്യൂച്ചർ വിഷൻ തികച്ചും വ്യത്യസ്തമാണ്. നഷ്ടക്കണക്കുകൾക്കിടയിലും ഓല പണം മുടക്കുന്നത് ഭാവിയുടെ വരും ലോകത്തേക്കാണ്. ഓലയുടെ ഏറ്റവും വലിയ ശക്തി തമിഴ്നാട്ടിലെ ഫ്യൂച്ചർ ഫാക്ടറിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2 വീലർ ഫാക്ടറികളിൽ ഒന്നായ ഇവിടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുന്നതിലൂടെ വാഹനങ്ങളുടെ വില കുറയ്ക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്താനും ഓലയ്ക്ക് സാധിക്കും. ഇതിലും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ബാറ്ററി നിർമ്മാണത്തിലെ സെൽഫ് സഫിഷ്യൻസി. ഒരു ഇലക്ട്രിക് വാഹനത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ഭാഗം ബാറ്ററിയാണ്.
ഇന്ത്യയിലെ കമ്പനികൾ ബാറ്ററിക്കായിട്ട് മറ്റു രാജ്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ അവസ്ഥ മാറാനായിട്ട് ഓല സ്വന്തമായിട്ട് ഒരു ഗിഗാ ഫാക്ടറി സ്ഥാപിക്കുകയാണ്. ഭാരത് സെൽസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രോജക്റ്റിലൂടെ ഇന്ത്യയിൽ തന്നെ ബാറ്ററികൾ നിർമ്മിക്കാനാണ് ഓല ലക്ഷ്യമിടുന്നത്. ഇത് വിജയിച്ചാൽ വാഹനങ്ങളുടെ വില വലിയ രീതിയിൽ കുറയ്ക്കാനാവും. ബാറ്ററി ടെക്നോളജിയിൽ ഇന്ത്യക്ക് ഒരു മേൽക്കൈ നേടാനും സാധിക്കും. രണ്ടാമത്തെ പ്രതീക്ഷ പുതിയ പ്രോഡക്റ്റുകളും മാർക്കറ്റുകളും. ഓല ഒരു സ്കൂട്ടർ കമ്പനിയെ മാത്രം ഒതുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇലക്ട്രിക് ബൈക്കുകൾ, കാറുകൾ എന്നിവയും കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാനുകളിലുണ്ട്. അടുത്തിടെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ സീരീസ് ആയ റോസ്റ്റർ കമ്പനി പുറത്തിറക്കിയിരുന്നു. ഇതുവഴി പുതിയ കസ്റ്റമർ സെഗ്മെന്റുകളെ അട്രാക്ട് ചെയ്യാനും ഓലയ്ക്ക് കഴിയും. കൂടാതെ ഓല ശക്തി എന്ന പേരിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സൊല്യൂഷൻസും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. വീടുകളിലും ഇൻഡസ്ട്രീസിലും എനർജി സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന സിസ്റ്റത്തിലൂടെ വലിയൊരു റവന്യൂ നേടാമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഇത് ഓലയെ ഒരു വാഹന നിർമ്മാതാവ് എന്നതിലുപരി ഒരു കംപ്ലീറ്റ് എനർജി കമ്പനി ആയിട്ട് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തെ പ്രതീക്ഷ വളരുന്ന ഇന്ത്യ EV മാർക്കറ്റ്. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന മാർക്കറ്റ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്രോൾ വില വർധന, എൻവയോൺമെന്റൽ അവയർനെസ്, ഗവൺമെന്റ് സപ്പോർട്ട് ഇവയെല്ലാം EV മാർക്കറ്റിന് അനുകൂലമാണ്. ഈ വളർന്നു വരുന്ന മാർക്കറ്റിലെ ഒരു കീ പ്ലെയർ ആകാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഓല ഒരുക്കി കഴിഞ്ഞു. മാർക്കറ്റ് വളരുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറികളിൽ ഒരാളാകാൻ ഓലയ്ക്ക് സാധ്യതയുണ്ട്. കമ്പനിയുടെ CEO ഭവീഷ് അഗർവാൾ പറയുന്നത് കമ്പനി ലക്ഷ്യം വെക്കുന്നത് പെട്ടെന്നുള്ള പ്രോഫിറ്റ് അല്ല, മറിച്ച് ലോങ് ടേം ഗ്രോത്തും മാർക്കറ്റ് ഡോമിനേഷനുമാണ്. ഇന്നത്തെ നഷ്ടങ്ങളെ നാളത്തെ വളർച്ചയ്ക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. കാഴ്ചപ്പാട് വിജയിച്ചാൽ ഇന്നത്തെ ഷെയർ പ്രൈസിലെ ഇടിവ് ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു അവസരമായി മാറിയിരിക്കും. ഓലയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാർട്ടിൽ ഇവിടെ നമുക്ക് മൂവിംഗ് ആവറേജുകൾ അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കിത് പഠനവിധേയമാക്കാവുന്നതാണ്. 50, 100, 200 മൂവിംഗ് ആവറേജസും മാർക്ക് ചെയ്തു. തീർച്ചയായിട്ടും നമുക്കിതൊരു ടെക്നിക്കലി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. ഇത് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഓല ഇലക്ട്രിക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല തീരുമാനമാണോ? ഈ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം നൽകാൻ കഴിയില്ല. ഒരു വശത്ത് കമ്പനി വലിയ ഫിനാൻഷ്യൽ ലോസിലാണ്, കസ്റ്റമർ കംപ്ലൈൻസും ലീഗൽ പ്രശ്നങ്ങളുമുണ്ട്, മാർക്കറ്റിലെ കോമ്പറ്റീഷനും വളരെ ടഫാണ്. ഈ വെല്ലുവിളികൾ കാരണം ഷെയർ പ്രൈസ് ഇനിയും താഴേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരു വശത്ത് ഓലയുടെ ഫ്യൂച്ചർ പ്ലാനുകൾ വളരെ വലുതാണ്. സ്വന്തമായിട്ട് ബാറ്ററി നിർമ്മിച്ച് പുതിയ വാഹനങ്ങളും എനർജി പ്രോഡക്റ്റുകളും പുറത്തിറക്കി ഇന്ത്യൻ EV മാർക്കറ്റ് പിടിച്ചടക്കാൻ അവർക്ക് കഴിഞ്ഞാൽ ഇന്നത്തെ നഷ്ടങ്ങൾ മറികടന്ന് കമ്പനി വലിയൊരു വിജയമായി മാറി. അങ്ങനെ സംഭവിച്ചാൽ ഇന്നത്തെ കുറഞ്ഞ വിലയിൽ ഷെയർ വാങ്ങുന്നവർക്ക് ഭാവിയിൽ വലിയ നേട്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓല ഇലക്ട്രിക്കിനെ നമുക്കൊരു ഹൈ റിസ്ക് ഹൈ റിട്ടേൺ സ്റ്റോക്ക് ആയിട്ട് കണക്കാക്കാം. കമ്പനിയുടെ മുന്നിൽ വലിയ വെല്ലുവിളികളും അതിനൊത്ത അവസരങ്ങളുമുണ്ട്. ഈ പ്ലാനുകൾ വിജയിക്കുമോ അതോ ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ കമ്പനി തകർന്നു പോകുമോ? സമയം തെളിയിക്കും. അതുവരേക്കും നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്താം, ഇൻവെസ്റ്റ് ചെയ്യാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.